ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായിട്ട് ആദ്യമായിട്ട് വാദിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ വ്യക്തി. ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇനി ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി പരിഷ്കർത്താവാണ്. ആര്യസമാജത്തിൻ്റെ വക്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതിൻ്റെ ആശയങ്ങളെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന, ശൈശവവിവാഹം എന്നിവയെ എതിർക്കുകയാണ് ഉണ്ടായത്. ആര്യസമാജം വക്താവ് സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവവിവാഹം എന്നിവയെ എതിർത്തു. രണ്ടാമത്തത് രാമകൃഷ്ണ മിഷൻ. അതിൻ്റെ വക്താവ് സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്ത്? രാമകൃഷ്ണ മിഷൻ എന്ന പ്രസ്ഥാനം. അടുത്തതാണ് അലിഗഡ് പ്രസ്ഥാനം. സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പരിഷ്കർത്താവായിരുന്നു സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ച വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അതിനായിട്ട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. അടുത്തത് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജത്തിൻ്റെ പരിഷ്കർത്താവ് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അതിൻ്റെ ആശയങ്ങൾ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. ഒരിക്കൽ കൂടി പറയാം. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. അതിൻ്റെ വക്താവാണ് ആത്മാറാം പാണ്ഡുരംഗ്. ഇനി അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പരിഷ്കർത്താവായിരുന്നു ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. അതിൻ്റെ ആശയം ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. എന്താണ്? ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ട പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി. അതിൻ്റെ പരിഷ്കർത്താവ് ആനി ബസന്റ്. നെക്സ്റ്റ് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് അതിൻ്റെ വക്താവ്. അതുപോലെ വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഹിതകാരിണി പ്രസ്ഥാനം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തിയ പ്രസ്ഥാനമാണ് ഹിതകാരിണി പ്രസ്ഥാനം. സത്യശോധക സമാജാണ് അടുത്തത്. സത്യശോധക സമാജ് ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജത്തിൻ്റെ സ്ഥാപകൻ. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത വ്യക്തിയാണ് ജ്യോതിബ ഫുലെ. തൻ്റെ പ്രസ്ഥാനത്തിലൂടെ പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ആര്? ജ്യോതിബ ഫുലെ. സത്യശോധക സമാജ് എന്ന പ്രസ്ഥാനത്തിലൂടെ. ഓക്കെ. ഇനി അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അതിൻ്റെ പരിഷ്കർത്താവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. അതിൻ്റെ പരിഷ്കർത്താവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വക്താവ് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു. അതുപോലെ അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ടും നിലകൊണ്ടു. അപ്പോൾ എന്തൊക്കെ? ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകാരിണി സമാജം
വീരേശലിംഗം, സത്യശോധക സമാജം, ജ്യോതിബാ ഫുലെ, സ്വാഭിമാന പ്രസ്ഥാനം, PV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. ഇതിൽ ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, പ്രാർത്ഥനാ സമാജം, അതുപോലെ സത്യശോധക സമാജം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനായിട്ടൊരു കോഡ് പറയാം. ആര്യയ്ക്ക് ദയ ഇല്ല, ആര്യയ്ക്ക് ദയയില്ല, രാമന് വിവേകമില്ല, പ്രാർത്ഥന ആത്മാവിൽ നിന്നും വരണം, സത്യം ജ്യോതി പോലെ തിളങ്ങും. ഒരിക്കൽ കൂടി പറയാം. ആര്യയ്ക്ക് ദയയില്ല, രാമന് വിവേകമില്ല, പ്രാർത്ഥന ആത്മാവിൽ നിന്നുമാകണം, സത്യം ജ്യോതി പോലെ തിളങ്ങും. ഇനി അത് ആരൊക്കെയെന്ന് പറയാം. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, സത്യശോധക സമാജ് ജ്യോതിബാ ഫുലെ. അത് കോഡാണ്. ആ കോഡിലൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ആരൊക്കെയാണെന്ന് നോക്കാം. പത്രങ്ങളും നേതാക്കന്മാരും. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങളുടെ നേതാവായിരുന്നു G. സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ആരുടെയാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശശികുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരുടെയായിരുന്നു. അമൃത ബസാർ പത്രിക ശശികുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരുടെയാണ്. അതുപോലെ അടുത്തതാണ് ബോംബെ സമാചാർ, ഫർദൂർജി മസ്ബാൻ. ഫർദൂർജി മസ്ബാൻ്റെയാണ് ബോംബെ സമാചാർ. നമുക്കെല്ലാവർക്കും അറിയാം കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെയാണ്. ബംഗാളി എന്ന പത്രം ആരുടെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. അതുപോലെ ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പത്രം വോയിസ് ഓഫ് ഇന്ത്യ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രമാണ് ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രം ഷോം പ്രകാശ്. ഇനി ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ്. അപ്പോൾ യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ. മാറിപ്പോകരുത്. ന്യൂ ഇന്ത്യ, കോമൺവീൽ ആനി ബസന്റിൻ്റെയും യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധിയുടെയുമാണ്. അടുത്തത് അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ് അൽ ഹിലാൽ. നെക്സ്റ്റ് ലാലാ ലജ്പത് റോയുടെ പത്രം വന്ദേ മാതരം. ഇനി നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് നേഷൻ എന്ന പത്രം.